ഓരോ രാജ്യങ്ങൾ പറയാം, അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയണം. ജർമ്മനി എനിക്ക് തോന്നുന്നു ഫ്രീ എഡ്യൂക്കേഷൻ, ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. പിന്നെ +2 കഴിഞ്ഞ കുട്ടികൾ വർക്ക് ഇന്റഗ്രേറ്റഡ് ഓസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് സർവീസ് ഇല്ല, പക്ഷെ ഒരുപാട് കുട്ടികൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഓസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് പോകുന്നുണ്ട്. ജർമ്മനിയിലെ ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളും ജർമ്മൻ ലാംഗ്വേജിൽ വളരെ പ്രൊഫിഷ്യൻസി അല്ലെ വളരെ പ്രൊഫിഷ്യൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യണം. കാരണം പഠനത്തിന് ഒരുപക്ഷെ ജർമ്മൻ വേണ്ടി വന്നേക്കത്തില്ല, പക്ഷെ അവിടെ തുടരണമെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദാറ്റ്സ് അബൌട്ട് ടെക്നോളജി ബേസ്ഡ് പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ്. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ജർമ്മനി ടെക്നോളജിയിൽ വേൾഡിലെ ഏറ്റവും ടോപ്പ് കൺട്രികളിൽ ഒന്നാണ്. ഓട്ടോമോട്ടീവ് നമ്മുടെ ബെൻസും BMW വോക്സ് വാഗനും ഇതെല്ലാം ജർമ്മൻ കമ്പനീസാണ്. ഇതേപോലെ റോബോട്ടിക്സിൽ അവർ ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്. ടെക്നോളജി പഠിക്കാൻ തീർച്ചയായിട്ടും ജർമ്മനി ഈസ് എ വെരി ഗുഡ് പ്ലേസ്. ആൻഡ് IT പഠിക്കാൻ ജർമ്മനി വളരെ നല്ലൊരു സ്ഥലമാണ്. ഇനിയും ഏത് പ്രോഗ്രാം ജർമ്മനിയിൽ ഐ വുഡൻറ്റ് സേ പഠിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഹെൽത്ത്, സോഷ്യൽ വർക്ക്, ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെയുള്ള മേഖലകൾ പഠിക്കണവർക്ക് ഈ എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ജർമ്മൻ ഭാഷയിലുള്ള പ്രാവീണ്യം കുറെ കൂടെ കൂടുതൽ വേണം. കാരണം ഇതെല്ലാം ഹ്യൂമൻ ഇന്ററാക്ഷൻ വരുന്ന മേഖലകളാണ്. സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകാൻ പറ്റൂ.